ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മളിന്ന് ഗൈഡൻസ് എടുക്കാൻ പോകുന്നത് ഇന്നത്തെയും നാളത്തെയും കൂടി എനർജിയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് മണ്ടേക്കുള്ളത് ഞാൻ ഫ്രഷ് ആയിട്ട് ഇടാം. ഇതിപ്പോൾ 2 ദിവസത്തേക്കുള്ളതാണ്. ഒരു ദിവസം ഇടയിൽ ഞാൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ സാറ്റർഡേ ആൻഡ് സൺഡേ നിങ്ങൾക്ക് 2 ദിവസത്തെ ഒരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. നിങ്ങളുടെ 2 ദിവസത്തെ 48 അവേഴ്സിന് ഈ നെക്സ്റ്റ് 48 അവേഴ്സ് നിങ്ങൾക്ക് എന്തൊക്കെ ആയിരിക്കുമെന്ന് നോക്കാം. ഇപ്പം തൊട്ട് ആക്ച്വലി ഇത് എപ്പോൾ നിങ്ങൾ കണ്ടാലും ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവും. ഞാൻ സാറ്റർഡേ സൺഡേ എന്നിപ്പോൾ ഇന്നത്തെ ഇതിൽ പറഞ്ഞേ ഉള്ളൂ. എപ്പോൾ കാണുമ്പോഴും നിങ്ങൾ കാണുന്ന ദിവസവും അടുത്ത ദിവസവും ഓക്കെ. സോ അങ്ങനെ ഒരു 48 മണിക്കൂറിൻ്റെ റീഡിംഗ് ആയിട്ട് നമുക്ക് എടുക്കാം. ലെറ്റ്സ് സീ നിങ്ങളുടെ എനർജി എന്തായിരിക്കും, നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നുള്ളത് നോക്കാം. വെനെവർ യു ആർ വാച്ചിങ്. ഓക്കെ, ഇത് ടൈംലെസ് റീഡിംഗ് ആണ്. സോ ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. സോ ബി കെയർഫുൾ. ഓക്കെ, ഓക്കെ, നമുക്ക് ഇന്ന് തൊട്ട് അടുത്ത 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് എന്തായിരിക്കും നോക്കാം. 2 കാർഡ് വന്നു അടുത്തേക്ക്. ഓക്കെ, 6 of Wands ആൻഡ് Knight of Cups ആണ് ഫുൾ കാർഡ്. ഓക്കെ, വെരി നൈസ്. കുറച്ച് പേർക്ക് ഇവിടെ ഒരു ട്രാവലിംഗ് കാണുന്നുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾ വീക്കെൻഡിൽ ഇത് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ അല്ലാത്തവർക്ക് ഓക്കെ വേറെ എന്തെങ്കിലും ആയിരിക്കും. കുറച്ച് പേർക്ക് ഇവിടെ എനിക്കൊരു ട്രാവലിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഓക്കെ പറയാം. മെയിനായിട്ട് ഒരു സക്സസ് കാണുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ഇപ്പോൾ വീക്കെൻഡ് വീക്കെൻഡ് ആയത് അത് അങ്ങനെ പറഞ്ഞു പോകാറിയാതെ. ഓക്കെ, സോറി, ഞാൻ ജനറലായിട്ട് പറയാം. ഇവിടെ മെയിനായിട്ട് എനിക്ക് കാണുന്നത് നിങ്ങളൊരു ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്ന തരത്തിൽ. ഓക്കെ, നിങ്ങൾക്കൊരു റെക്കഗ്നീഷൻ കിട്ടുന്നതായിട്ട്, ഒരു സന്തോഷം വരുന്നതായിട്ട്, സക്സസ് വരുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തീർക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവും. സോ അതിൻ്റെ ഒരു സെലിബ്രേഷൻ ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഒരു വിക്ടറി എന്ന രീതിക്ക് പറയാം. അതിപ്പോൾ ഓഫീസോ എന്ത് തന്നെ ആയാലും ശരി. ഓക്കെ, ഓഫീസിൽ, വീട്ടിൽ, ഫാമിലിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യുന്നത്, അതിൻ്റെ ഒരു സക്സസ് ആണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്. സോ കുറച്ച് പേർക്ക് നിങ്ങളൊരു റിലേഷൻഷിപ്പിൻ്റെ ഒരു കാര്യം എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്ന് കരിയറിൻ്റെ കാര്യത്തിലായിരിക്കാം ഈ സക്സസ്സും അതൊക്കെ. കുറച്ച് പേർക്ക് ഒരു മാരേജ് ഫംഗ്ഷൻ എന്ന രീതിക്ക് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തു. മേ ബി അങ്ങനത്തെ വല്ലതും ആയിരിക്കാം. മാരേജ് ഫംഗ്ഷന് നിങ്ങൾ പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടാവാം. മാരേജ് മെയിൻലി മാരേജും ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അവിടെ വെച്ച് ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണാനുള്ള ഒരു സാധ്യതയാണ്. മേ ബി നിങ്ങളുടെ ആരെങ്കിലും പഴയ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വളരെ ക്ലോസ് ആയിട്ട് ആരെങ്കിലും നിങ്ങൾ കാണാനോ മീറ്റ് ചെയ്യാനോ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യത കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സക്സസ് സെലിബ്രേറ്റ് ചെയ്യുന്ന, അതായത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്ത് തീർക്കുന്നതിൻ്റെ ഒരു സന്തോഷം, അല്ലെ, ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ഫീൽ ചെയ്യാം. സോ ആ രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങളത് ചെയ്യുന്നത് മറ്റുള്ളവർ നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുന്ന പോലെയാണ്. എന്ന് വെച്ചാൽ മറ്റുള്ളവർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഓക്കെ, ചെയ്ത് തീർത്തു നിങ്ങളെ എന്നുള്ള ആ ഒരു മതിപ്പ്, നിങ്ങൾക്കൊരു കിട്ടുക, ഒരു മതിപ്പ് കിട്ടുക എന്ന രീതിയിൽ. ഓക്കെ, ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്. നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത് അഗെയിൻ ഒരു ഓഫറിൻ്റെ കാര്യമാണ്. കരിയറിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ മേ ബി അഗെയിൻ അതായിരിക്കാം. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും എക്സാം എഴുതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്ലൈ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, പഠിക്കാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, അതിൻ്റെ കാര്യത്തിൽ മുന്നോട്ടൊരു ഒരു സ്റ്റെപ്പ് കാണുന്നുണ്ട് എനിക്ക്. അഡ്മിഷൻ കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ജോലിയിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഓഫർ ലെറ്റർ വരുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് ഇവിടെ റിലേഷൻഷിപ്പ് കൂടി കാണുന്നുണ്ട് എനിക്ക്. റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ഓഫർ വരുന്നതായിട്ട് ചിലപ്പോൾ അതും ഉണ്ടാവും. മേ ബി ഒരു മാരേജ് ഓഫർ ആയിരിക്കാം, ഒരു പ്രപ്പോസൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം. ആരെങ്കിലും ഇഷ്ടം അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് കുറച്ച് പേർക്ക്. അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞ പോലെ കരിയർ ആവാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ജോലിയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യത. മേ ബി നിങ്ങൾ അതിന് വേണ്ടി എന്തെങ്കിലും മൂവിങ് വരാം. ഓക്കെ, 2-3 കാർഡ് ഇവിടെ മൂവിങ്ങിൻ്റെ ഉണ്ട്. സോ മേ ബി ഒരു യാത്ര എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വല്ലതും പോകുന്നതായിരിക്കാം, ജസ്റ്റ് എന്തെങ്കിലും ചെറിയ വല്ല ട്രാവൽ വരുന്നതായിരിക്കാം, യാത്രകൾ വല്ലതും വരുന്നതായിരിക്കാം, നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ കുറച്ച് പേർക്ക് ഇവിടെ ഫൂൾ ആൻഡ് സോഡ്സ് കാണുന്നുണ്ട്. നിങ്ങൾ വളരെ ലൈറ്റായിട്ട് ട്രാവൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, ഒരല്പം ഫ്രീ ആയിട്ട് ഒന്ന് ജസ്റ്റ് ഒരു യാത്ര വല്ലതും പോകുന്ന പോലെ. ഓക്കെ, സ്ട്രെസ് എന്നൊക്കെ ഒന്ന് റിലീവ് ആവാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, മേ ബി ഒരു ജോലിയൊക്കെ ചെയ്ത് തീർത്ത് കഴിഞ്ഞു എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ കൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ലേശം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വല്ല യാത്ര പോകുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് മേ ബി ഞാൻ പറഞ്ഞ പോലെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതായിരിക്കാം. എന്തെങ്കിലും ജോലിക്ക് വേണ്ടി ചിലപ്പോൾ ട്രാവലിംഗ് ആയിരിക്കാം, അങ്ങനെയും പറയാം. ഓക്കെ, ഒരു മാറ്റം, അല്ലെങ്കിൽ ഒരു മൂവിങ്, അല്ലെങ്കിൽ ഒരു യാത്ര എന്ന രീതിക്ക് ഇവിടെ എനിക്ക് കാണുന്നുണ്ട് കുറച്ച് പേർക്ക്. ഓക്കെ, അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും, ബെനിഫിഷ്യൽ ആയിരിക്കും. എന്തായാലും തീർച്ചയായിട്ടും വളരെ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്
ആൻഡ് ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഫ്രണ്ട്, സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ എന്ന രീതിക്ക്, ഈവൻ ബിസിനസ് പാർട്ട്ണർ ആവാം, ഓക്കെ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും ആവാം, നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആരെങ്കിലും ആവാം, ഫാമിലി മെമ്പർ ആരെങ്കിലും ആവാം. ആരെങ്കിലും കൂടെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നതും പറയാൻ പറ്റും നമുക്ക്. ഓക്കെ, ആ ഒരു കാര്യം ഇവിടെ വളരെ ക്ലിയർ ആയിട്ടാണ് കാണുന്നത്. സോ യെസ്, അഗൈൻ റിലേഷൻഷിപ്സിൻ്റെ കാര്യം നിങ്ങളുടെ മനസ്സിൽ ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ അതിലും വളരെ നല്ല രീതിക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട്. ബിസിനസ് ആണെങ്കിൽ പാർട്ട്ണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നു. സെലിബ്രേഷൻ ആണ് വീണ്ടും ഞാൻ പറയുന്നത്. സോ അഗെയിൻ സെലിബ്രേഷൻ്റെ കാര്യം വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ എന്തോ അച്ചീവ് ചെയ്യുന്നതായിട്ട്, പാർട്ട്ണർഷിപ്പുമായിട്ട് നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നതൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഒരു ഹെർമിറ്റ് കാർഡ് ഉണ്ട്, സൈലൻസ് എന്ന രീതിക്ക്. സോ ഇതാണ് ഞാൻ യാത്രയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്. മേ ബി നിങ്ങളൊന്ന് ക്വൈറ്റ് ടൈം ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സക്സസ് നേടിയ ശേഷം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്ത് തീർത്ത ശേഷം ഓക്കെ, നമ്മൾ പറയില്ല ഒന്ന് റിലാക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഒന്ന് സൈലൻ്റ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒപ്പം സെലിബ്രേഷനും ഉണ്ട്. മേ ബി നിങ്ങൾ ഫാമിലിയുടെ കൂടെ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ആരുടെയെങ്കിലും കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, ഒന്ന് റിലാക്സ് ചെയ്യുക, ആ ഒരു തരത്തിലാണ് എനിക്ക് ഇവിടെ മെയിനായിട്ട് ഫീൽ ചെയ്യുന്നത്. ബട്ട് എന്താണെന്ന് വെച്ചാൽ മെയിൻലി നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഐ തിങ്ക് ഒരു എന്തെങ്കിലും ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു കാര്യം നിങ്ങൾക്ക് കിട്ടി കാണാം, അല്ലെങ്കിൽ അത് എത്തും എന്നുള്ള ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും യെസ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നൊരു ഇത് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ റിലാക്സ് ആവും അല്ലേ, ആ രീതിക്കായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓഫർ വരും, ആ ഓഫർ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ആരെങ്കിലും ഒരു ഹെൽപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം ദാറ്റ് ഓക്കെ എനിക്ക് ഈ കാര്യം ചെയ്ത് തീർക്കാൻ പറ്റും എന്ന് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരുന്നുണ്ടാവും. സോ ആ ഒരു പൊസിഷൻ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ ഐ തിങ്ക് അല്പം ഒന്ന് റിലാക്സ് ആവാൻ ആഗ്രഹിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ കുറച്ച് ടെൻഷനോ സ്ട്രെസ്സോ ഒന്ന് സൈലൻ്റ് ആയിട്ടോ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇനി മേ ബി ഒന്ന് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യുന്ന പോലെ ആയിരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു ഫേസ് ആണ് എനിക്ക് കാണുന്നത് ഇവിടെ. എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ളതാണ്. ഏത് കാര്യത്തിലായാലും നിങ്ങളുടെ ജോലിയിൽ ചോദിച്ചാലും ശരി, എന്താ പറയുക, പഠിക്കാനോ ഒരു യാത്ര വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. അല്ലാത്തവർക്ക് കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ജസ്റ്റ് റിലാക്സ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, നല്ല സമയങ്ങൾ സ്പെൻഡ് ചെയ്യുക, ഒരു സമാധാനം വരുന്ന പോലെ. ഓക്കെ, അതാണ് പറയേണ്ടത്. പക്ഷേ നിങ്ങൾക്കൊരു പുതിയ തുടക്കം, അതിൻ്റെ ഒരു സമാധാനം നിങ്ങൾ ഫീൽ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. രണ്ടും കാണുന്നുണ്ട്. കുറച്ച് മേ ബി എന്താ പറയുക, ലൈഫിൽ ഒരു ചേഞ്ച് എന്ന് പറയില്ലേ, ഇതുവരെ സ്ട്രെസ്ഫുള്ളൊക്കെ ആയിരുന്നു, ടെൻഷനായിരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിലൊരു മാറ്റം വന്ന് നിങ്ങളൊന്ന് റിലാക്സ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇത് ഈ 2 ദിവസത്തെയാണ് ഇപ്പോൾ നമ്മൾ എനർജി പറയുന്നത്. നെക്സ്റ്റ്, മാജിക് വർക്ക്സ് ത്രൂ യു, സ്ലോ ആൻഡ് സ്റ്റഡി, വിൻസ് ദ റേസ്. ഓക്കെ, ലവ് ഇസ് ഓൾ അറൗണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ കാര്യം. ഇത് 2 ഓഫ് കപ്സ് ആയിരുന്നു, സോൾമേറ്റ് കാർഡായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞില്ല. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ ഒന്നുമില്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് വരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യവും ആവാം, ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, ഫ്രണ്ട്ഷിപ്പ് ആവാം. ഓക്കെ, ആരോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ യൂസ് യുവർ മൈൻഡ് വൈസ്ലി ആൻഡ് വൺ മോർ, ദർ ഈസ് ഓൾവേസ് എനഫ്. ഓക്കെ, ഓക്കെ, ഇവിടെ മെയിനായിട്ട് മാജിക് വർക്ക്സ് ത്രൂ യു എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് ശ്രമിക്കുമ്പോൾ ഓക്കെ, ആ മാജിക് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് നമ്മളുടെ തന്നെ ഹാർഡ് വർക്ക് എഫേർട്ട് ഒക്കെ തന്നെയാണ് മാജിക്കായിട്ട് വരുന്നതും അല്ലേ. അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ലക്ക് നമ്മൾക്ക് ആഡ് ആവുമ്പോഴാണ് മാജിക് ക്രിയേറ്റ് ആവുന്നത് എന്ന് പറയാം. സോ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സ് സപ്പോർട്ട്സ് യു എന്ന രീതിക്ക് എടുക്കും. ഓക്കെ, ആൻഡ് ഇവിടെ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാണ് പറയുന്നത്. നിങ്ങളോട് പറയുന്നത് ടെൻഷൻ വേണ്ട, എപ്പോൾ അത് സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ അല്ലെങ്കിൽ എന്താവും അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്ലോലി പ്രോഗ്രസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഫാസ്റ്റ് മൂവിങ് നിങ്ങൾ ആലോചിക്കേണ്ട. ഓക്കെ, മെല്ലെ മെല്ലെ പോവാം, പതുക്കെ പോവാം, ആ രീതിക്ക് ലൈക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എഫേർട്ട് ഇടുന്നത് നമ്മൾ ഡെയിലി കുറച്ചായിട്ടെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. സ്ലോ ആൻഡ് സ്റ്റഡി, പതുക്കെ പോവുക, പക്ഷേ കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുക എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ജയത്തിന്റെ കാര്യം പറയുന്നു, വിൻ ദ റേസ് എന്ന് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ ഓൾറെഡി ചെയ്ത് കാണാം. സോ ആ റിസൾട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. ആൻഡ് ലവ് ഇസ് ഓൾ അറൗണ്ട്. യെസ്, നിങ്ങളുടെ ലൈഫിൽ സപ്പോർട്ട് ആരും ഇല്ല എന്നൊരിക്കലും ചിന്തിക്കേണ്ട. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളുണ്ട്. നിങ്ങളെ അതിപ്പോൾ ഫാമിലി മെമ്പർ ആവാം, റിലേഷൻഷിപ്സ് ആവാം, പാർട്ട്ണർ ആവാം, ആരും ആയിക്കോട്ടെ. ഓക്കെ, നിങ്ങൾക്ക് ചുറ്റും സ്നേഹമുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളുണ്ട്, നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികളുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ ഒറ്റയ്ക്ക് തനിച്ചാണെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. യൂസ് യുവർ മൈൻഡ് വൈസ്ലി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ കുറച്ച് ഷാർപ്പായിട്ട് ആക്ച്വലി ഈ ഹെർമിറ്റ് സ്റ്റേജ് പറയുമ്പോൾ നമ്മൾ നോർമലി അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുക എന്നൊരു കാര്യം കൂടി ഉണ്ട്. ഓക്കെ, കുറച്ചൊക്കെ നമ്മൾ എന്താ പറയുക, സ്വന്തം
മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കുക, നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യുക എന്നൊരു സ്റ്റേജാണ്. സോ ഇവിടെ നിങ്ങളോട് പറയുന്ന യൂസ് യുവർ മൈൻഡ് വൈസ്ലി. ഓക്കെ, നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് ഓവർ തിങ്കിങ്ങിലേക്ക് പോകണ്ട. ഓക്കെ, പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് അല്ലെങ്കിൽ കാര്യങ്ങളുടെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ മൈൻഡ് നല്ലോണം പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എന്തും സാധിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ ദർ ഇസ് ഓൾവേസ് ഇനഫ്. യെസ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഫൈനാൻഷ്യൽ അബണ്ടൻസിൻ്റെ കാര്യമാണ്. കാരണം കോയിഫിഷ് ആണ്. കോയിഫിഷ് നമ്മൾ ലക്ക് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അബണ്ടൻസിനും മണിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് പറയുക. സോ കോയിഫിഷ് നിങ്ങൾക്ക് ഒരു ലക്ക് റെപ്രസെൻറ്റേഷൻ കൊണ്ടുവരുന്നുണ്ട്. സോ മണി വൈസ് ആയാലും ശരി, ലക്ക് വൈസ് ആയാലും ശരി, ഓക്കെ, നിങ്ങൾക്ക് വരുന്നുണ്ട് എന്തായാലും. ആൻഡ് ദർ ഈസ് ഓൾവേസ് ഇനഫ് എന്നാണ് പറയുന്നത്. ഓക്കെ, എപ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ളത് എപ്പോഴും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. ആ ലക്ക് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്ക് ഒരിക്കലും ഒരു കുറവ് വരില്ല എന്ന് പറയില്ലേ, അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് നമ്പേഴ്സ് ഇവിടെ എനിക്ക് 52, 62, 41, 47, 36 ഇതൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആവാം. ഓക്കെ, നിങ്ങളുടെ എന്തെങ്കിലും നമ്പേഴ്സുമായിട്ട് മാച്ച് ഉണ്ടാവാം. അല്ലെങ്കിൽ ഇവിടെ 7, 8, 5, 11 പറയുമ്പോൾ 2 ആണ്. ആൻഡ് ഇവിടെ 36, 9. ഓക്കെ, സോ 7, 8, 9, 5, 11, 2 ഒക്കെയാണ് ഇവിടെ നമ്പേഴ്സ് കാണുന്നത്. സോ ഈ നമ്പേഴ്സും നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ ഓക്കെ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങളോ എവിടെയെങ്കിലും നിങ്ങളുടെ സ്പെഷ്യൽ നമ്പേഴ്സോ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവാൻ ചിലപ്പോൾ. ഓക്കെ, എന്തായാലും വളരെ പോസിറ്റീവ് റീഡിംഗ് ആണ്. 2 ദിവസത്തേക്ക് നിങ്ങൾക്ക് നല്ല റിലാക്സ് ആവുന്നതായിട്ട് കുറച്ച് പേര് യാത്രയൊക്കെ പോകുന്നുണ്ടെന്നൊക്കെയാണ് കാണുന്നത്. എന്തായാലും എൻജോയ് ചെയ്യൂ. എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.